ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ് കേട്ടോ. തക്കാളി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനും പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സെപ്പറേറ്റ് ഒന്നും ഇട്ട് വഴറ്റണ്ട. നമ്മൾ സവോള ഇട്ട് വഴന്ന് വരുമ്പോൾ അതൊരു ബ്രൗണിഷ് കളറിലേക്കൊക്കെ പോവില്ലേ, അതിന് പകരം നമ്മളെല്ലാം കൂടി ചേർത്ത് ആ തക്കാളി വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങണ വെള്ളമൊക്കെ ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് തക്കാളിയുടെയും ഒക്കെ ഒരു പരുവും. ഈ പരുവായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ പിന്നെ ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അതും ഞാൻ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് സാമ്പാർ പൊടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി, 2 തക്കാളി അനുസരിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ അളവ് കൂടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പൊടികളുടെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയും സാമ്പാർ പൊടിയും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ചെറു ചൂടോടുകൂടിയ വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഓവറായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട. നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ പാകത്തിന് ഉള്ള രീതിയിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് കറക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഓവറായിട്ട് അരയ്ക്കണ്ട. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ ആ പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വരണം. വെള്ളം നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ, ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കണത്. അതും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ ഈ കറിയുടെ ആ ഒരു ഇത്. ഇനി വേണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഒരു അല്പം മല്ലിയില ഇടാം. ഞാനതൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മുടെ വേപ്പിലെല്ലാം ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ജസ്റ്റ് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ മല്ലിയില ഇടാം. ഞാൻ ഈ സമയത്ത് മല്ലിയിലയൊന്നും ഇടുന്നില്ല. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഈ സമയത്ത് മല്ലിയില ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതൊന്ന് ഫീഡ്ബാക്ക് നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അത് കാണുന്നത് പോലെ ഭയങ്കര ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.